അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ചാവി ഇട്ടിട്ട് പോയി ചേച്ചി. അയ്യോ, ചേച്ചിക്ക് മീറ്റിംഗ് കൊണ്ട് പോയി. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിച്ച് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ. എന്തിരിപ്പാണ് പൊന്നു? അയ്യോ, തടവി കൊടുക്കാൻ ഇരിക്കണ ഇരിപ്പ് കണ്ടോ? ഇരുന്നിട്ട് തലയൊക്കെ കുനിഞ്ഞ് ദേ കണ്ട. ആ ഇരിപ്പൊക്കെ കണ്ടില്ലേ? ക്ഷീണോ? അയ്യോ, മനുഷ്യക്കുട്ടികൾ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. കണ്ട് 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 ഇപ്പൊക്കെ കണ്ടില്ലേ? കുത്ത വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ ഇരിപ്പൊക്കെ വേണം. രസമാണ് എൻ്റെ പൊന്നുമോൻ. രസം, നല്ല രസമാണ്, നല്ല രസമാണ് എൻ്റെ പൊന്നുമോൻ ഇരിക്കുന്ന കണ്ട. അയ്യോ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്, രസമുണ്ട്. നല്ല സുന്ദരമോൻ, സുന്ദരമോൻ. നട്ട ഇരുന്നോ, ഉറങ്ങിപ്പോണ്. ഓ ഓ ഓ ഓ, മുതുകൊക്കെ തടവി കഴിഞ്ഞ് ഒരുത്തൻ കിടക്കണ കിടപ്പ് കണ്ടോ? മുതുകൊക്കെ അച്ഛൻ തടവി കഴിഞ്ഞു. അത് കഴിഞ്ഞ് മുതുക് തടവാനിരുന്നതും പുറം തടവാനിരുന്ന ഇരിപ്പ് കണ്ടോ? എന്നിട്ട് ദേ ഇവിടെ വന്ന് കിടക്കുന്നു കേട്ടോ. ആ കിടപ്പ് കണ്ടോ? ദേ ഇത് കണ്ടോ? എന്ത് ചെയ്യാനോ ഫ്രണ്ട്സ്? ആ തലകണിയിൽ തലയൊക്കെ വച്ച് തന്നെ വന്ന് കിടക്കുന്ന അവൻ്റെ അച്ഛൻ ഷാള് പുതപ്പിച്ച് കൊടുത്തു കേട്ടോ. കണ്ടോ കിടക്കുന്നു? ഇതാണ് ഇവൻ്റെ കിടപ്പ്. കണ്ടില്ലേ? കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്? പാവം. എന്ത് ചെയ്യാനാ ഫ്രണ്ട്സ്? കൊടും തണുപ്പ്, നല്ല തണുപ്പ്. നമ്മൾ സോക്സും ഷാളും സ്വെറ്ററും ഇട്ടിട്ട് തന്നെ നമ്മുടെ കാലും കൈയൊക്കെ നല്ല തണുപ്പ്. ഐസ് വെള്ളം. ഈ കൊച്ചു പിന്നെ എന്ത് ചെയ്യുക? തറയിൽ കിടന്ന ഐസ് പോലത്തെ തറ. അപ്പം അതുകൊണ്ടാണ് അവൻ എപ്പോഴും സെറ്റിയിലും കിടക്കുന്നത്. ചൂട് വന്നാൽ എ സി ഇട്ടാലേ അവൻ തറയിൽ കിടക്കും കേട്ടോ. പക്ഷേ തണുപ്പ് വന്നാൽ അവൻ എപ്പോഴും ഇങ്ങനെ അവൻ തലയണിയിൽ അവന് തല വെക്കണം, ഇല്ലെങ്കിൽ അവന് ഉറക്കം വരില്ല. ഇത് കണ്ടോ കിടക്കുന്ന കിടപ്പ്? പാവം. തടവി അച്ഛൻ അവിടെ സെറ്റിയിലും കിടക്കുന്നു. മോനെ ഇവിടെ പുതപ്പിച്ചിട്ട് പോയിട്ട് അച്ഛൻ പറഞ്ഞ് നീ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വാർത്ത കേട്ട് സെറ്റിയിൽ കിടക്കുന്നു. അത് നമ്മുടെ പൊന്നാട്ടോ. ഇത് കണ്ടോ കിടപ്പ്? കണ്ടോ? കാണണം കേട്ടോ. നല്ല രസമാണ് അവൻ്റെ കിടപ്പും. നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെയുമല്ല, നല്ല രസം. കൂർക്കം വലിച്ച് അങ്ങോട്ട് ഡീപ്പായിട്ട് ഉറങ്ങുന്ന കേട്ടോ. ഇത് കണ്ടോ? തന്നെ വന്ന് കണ്ടോ കിടക്കുന്നത്? ആൾക്കാർ ഓർക്കും ഇവനെന്താ എപ്പോഴും കിടക്കുന്നു. ഈ ഫ്ലാറ്റിൽ പിന്നെ തണുപ്പത്ത് എന്ത് ചെയ്യാനാ? തണുപ്പത്ത് മഞ്ഞ് പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കൊണ്ടുപോകും. രാവിലെ മോർണിംഗ് വാക്ക് 5 മണിക്ക് കൊണ്ടുപോയി ഒരു 5:30 മണി, അരമണിക്കൂർ നടത്തിക്കും റോഡിലൊക്കെ. പിന്നെ എല്ലാവരും രാവിലെ പോയാൽ വൈകുന്നേരം വരും. അവർ കിട്ടുന്ന സമയം അവർ കിടന്ന് ഉറങ്ങും ഈ തണുപ്പത്ത്. അവർക്ക് ഇച്ചിരി നേരമല്ലേ ചേട്ടനും ചേച്ചിക്കൊക്കെ കിട്ടുള്ളൂ. ചേച്ചിക്കൊന്നും എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അച്ഛനും ഒരുപാട് ദൂരെയൊന്നും കൊണ്ടുപോകാം. പിന്നെ കൊണ്ടുപോകണമെങ്കിൽ മോനെ പറ്റുള്ളൂ കേട്ടോ. ഇവൻ വലിച്ചെടുത്തുകൊണ്ടൊക്കെ ഓടും റോഡിൽ. അപ്പോൾ നമ്മൾ റോഡിൽ വീഴും. ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മുടെ ഹസ്ബൻഡ് പുറത്തെ സ്ട്രീറ്റ് പപ്പീസ് വന്നപ്പോൾ ഇവനിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് ഓടി മുട്ട് തല്ലി വീണ് കൈക്കും മുട്ടിനും പഴുത്ത്. ഒന്നാമത്തെ ഷുഗർ പേഷ്യൻ്റ് അല്ലേ. അപ്പോൾ കുറേ നാൾ ഒരു 2-3 മാസം വെച്ച് നടന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം അങ്ങോട്ട് ദൂരെ കൊണ്ടുവന്നാലും കുറച്ച് ദൂരെയൊക്കെ കൊണ്ടുപോകും. കയ്യിലൊരു വടി വെച്ചേക്കും. സ്ട്രീറ്റ് പപ്പീസിനെ തല്ലാനല്ല കേട്ടോ. ആ വടി കണ്ടുമ്പോൾ അവർ അടുത്തേക്ക് വരില്ല. ഇല്ലേ ഇവൻ വലിച്ചെടുത്തോണ്ട് ഓടും. എനിക്കൊന്നും പറ്റില്ല, മോൾക്കും പറ്റില്ല. പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന മോനും കയ്യിലൊരു വടി വെച്ചേക്ക് വന്നിട്ട് ചുറ്റി അവിടെ ആ റോഡൊക്കെ ചുറ്റി വരും. അപ്പം ഇവനെന്ന് പറഞ്ഞാൽ ആ സ്ട്രീറ്റ് പപ്പീസ് എല്ലാം കൂടെ ഇങ്ങനെ കൂടുമ്പോൾ ഇവനൊന്ന് വലിച്ചെടുത്തുകൊണ്ട് ഓടും കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടുന്നതാണ്. പക്ഷെ അവരെ കണ്ട ഇവന് പേടിയുമാണ്. പാവം, നല്ല പേടിയാണ്. അവർ കൂട്ടത്തോടെ വരും. ഇപ്പോൾ ഈ ഇലാക്കയിൽ ഒരു 5-6 എണ്ണം ഉണ്ടെങ്കിൽ അവർക്ക് കുശുമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നമ്മളെ ഒന്നും ചെയ്യില്ല അവർ. പക്ഷേ ഇവനെ നമ്മൾ കൊണ്ടുപോകുന്നതൊക്കെ അവർക്ക് കുശുമ്പാണ്, നമ്മുടെ ഇലാക്കയിലുള്ള സ്ട്രീറ്റ് പപ്പേഴ്സിന്. അപ്പോൾ അവനത് ഇഷ്ടമല്ല, അവർക്കത് ഇഷ്ടമല്ല ഇവനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊന്നും. അതാണ് അവർ ഓടി വരുന്നത്. അപ്പുറത്തെ ഇലാക്കയിൽ പോകുമ്പോഴോ അവിടെയും
കുറേ സ്ട്രീറ്റ് പപ്പീസ്. അതിൻ്റെ അടുത്തുള്ള വഴിയിലാണ് അവിടുത്തെ ഇലാക്കയിൽ കുറേ സ്ട്രീറ്റ് പപ്പീസ്. ഇതിങ്ങനെ എല്ലാം കൂടെ കൂടി ഭയങ്കര കുറേ 5 മണിക്ക് ഇവനപ്പോൾ ഒറ്റയ്ക്ക്, ഇവന് പേടിയുമാണ് കേട്ടോ. ഇവൻ അച്ഛനെ എന്തെങ്കിലും ആക്രമിക്കാൻ വരുന്നതെന്ന് ഓർത്താണ് അവരടുത്തേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ തെന്നി റോഡിൽ കല്ലിലൊക്കെ വീഴും, അതാ പറ്റുന്നത്. പാവം, പഞ്ചപാവം കേട്ടോ, പഞ്ചപാവങ്ങളായി. നിങ്ങളാ കിടപ്പ് നോക്കൂ കണ്ടോ. ഈ ഷാൾ ആർക്കും കൊടുക്കൂല കേട്ടോ. ചേട്ടൻ എടുക്കാൻ പാടില്ല, ഞാൻ മാത്രം തൊടും, അച്ഛനും തൊടും, വേറെ ആരും എടുക്കാൻ പാടില്ല. എൻ്റെ പൊന്നെ, ആ ഷാൾ കഴുകണമെങ്കിൽ തന്നെ ഞാൻ പെട്ടെന്ന് രാവിലെ കഴുകി, വേറെ ഒരു ഷാളും അവന് വേണ്ട, ആ ഷാളാണ്. അപ്പോൾ ഈ ഷാളിന് നല്ല ചൂടും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ ഞാൻ കഴുകിയിടും, പെട്ടെന്ന് തന്നെ മെഷീനിൽ കഴുകിയിട്ട് അതങ്ങ് ഉണങ്ങും, അങ്ങനെയൊക്കെ. അല്ലാതെ ഇത് കഴുകാതെയൊന്നും ഇല്ല കേട്ടോ, കഴുകും കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ ഞാൻ കഴുകും. ഇന്നലെ കഴുകിയതാണ്. ഇപ്പം ചിലവർ ഓർക്ക് ഈ ഷാള് തന്നെയെന്ന്. അവന് ആ ഷാളാണ് ഇഷ്ടം. ഈ ഷാളിൽ നല്ല പുതപ്പ് എന്ന് പറഞ്ഞാൽ മുടിയൊന്നും വരില്ല ഈ ഷാളിൽ കേട്ടോ. വേറെ നമ്മൾ കളർ ഷാളൊക്കെ വെച്ച് കൊടുത്താൽ ഇവൻ്റെ മുടികൾ വരും. ഇതിലാകുമ്പോൾ മുടി കണ്ടോ, ഞാൻ കാണിച്ചു തരാം. മുടികളൊന്നുമില്ല, കണ്ടില്ലേ, സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഷാളിൽ മുടിയൊന്നും പറ്റി പിടിക്കില്ല കേട്ടോ. പിന്നെ നല്ല ചൂടുണ്ട്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, മുടിയൊന്നുമില്ല ഈ ഷാളിൽ, നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ രാവിലെ പെട്ടെന്ന് അലക്കിയ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് ഉണങ്ങിക്കിട്ടും. കഴുകാറുണ്ട് ഞാൻ ഒന്നിരാടം കൂടുമ്പോഴൊക്കെ കേട്ടോ. അല്ലാതെ ഒരേ ഷാൾ തന്നെ അല്ല അവനെ പുതപ്പിച്ച് കൊടുക്കുന്നു, നല്ലവണ്ണം കഴുകാറുണ്ട്. പിന്നെ വേറെ അവന് ഇഷ്ടമല്ല, അവന് ഈ ഷാളിനോടാണ് ഇഷ്ടം. ഇതും കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ ചില വീഡിയോസിലൊക്കെ, ഞാൻ വീഡിയോ ഇടാറുണ്ട് ഞാൻ. ഈ ഷാൾ അങ്ങ് മാറ്റേയില്ല അവൻ. പാവട്ടെ എൻ്റെ പൊന്ന്, എൻ്റെ ചക്കര പൊന്നാണേ, എൻ്റെ ചക്കര പൊന്ന്. നിൽക്കണം കേട്ടോ അച്ഛൻ ചീകിയപ്പോൾ. ചീകിക്കോടെ കേട്ടാ കൊച്ചിന്. ആ അതെ കയറി നിൽക്കുന്നു കണ്ടോ. ആ അവിടെ ചീക മുഖമൊക്കെ ഒന്ന് തുടച്ച്, ആ സൈഡൊക്കെ വായുടെ സൈഡൊക്കെ ഒന്ന് തുടച്ച്. ഓ ഭയങ്കര വൃത്തിക്കാരനാണ് കേട്ടോ. ആ ആ ഉണ്ടോ. മോൻ്റെ വീഡിയോ കൂടെ തന്നെ ഞാനിന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല, വേറൊരു സാധനം കാണിച്ചു തരാം. ഇന്ന് രാവിലത്തെ ഭക്ഷണം കടലക്കറി കേട്ടോ. കടല ഞാൻ ഇച്ചിരി കൂടുതലുണ്ടാക്കി, അപ്പോൾ വൈകുന്നേരം റൊട്ടിക്കുമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇച്ചിരി വെള്ളക്കടലയും കൂടെ ഇട്ട് ഇത്തിരി ചാറായിട്ടെടുത്തു കേട്ടോ. കാരണം ചാറായിട്ടെടുത്തതേ എന്താണെന്നറിയാമോ, ഇന്ന് പൂട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കഴിച്ചു, അവർക്ക് ഇത്തിരി ചാറ് വേണം പൂട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ മോൻ പോവും, ഹസ്ബൻഡ് പോകും, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ കിച്ചടിയൊക്കെ ഇരിപ്പുണ്ട്, അത് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചോളാം. അപ്പോൾ രാവിലെ ഇത് കണ്ടോ, പുട്ടും ഉണ്ടാക്കി, കടലക്കറി ഉണ്ടാക്കി. ഇനി വേറൊരു സാധനം ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. പോയാ അച്ഛാ 3 പ്രാവശ്യം കൊണ്ടേ ടാറ്റാ അവിടെ പോയി പറയണ്ട, ഇവിടെ നിന്നാൽ മതി. ആ ബസ് ശരി, ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. 3 പ്രാവശ്യം ഇനി താഴേക്ക് പോകുന്നത്. നല്ല തണുത്ത കാറ്റ്, തണുപ്പും പിന്നെ തുമ്മും. ടാറ്റ ദേ പോയി ഡാഡി, വണ്ടിക്കാരൻ വരും. പോകും ഡാഡി, പോ. ശരി കേട്ടാ ഡാഡി, ശരി ബാ പൊന്നു. വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ ഒരു ടിപ്സും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഓറഞ്ചിൻ്റെ നല്ലവണ്ണം ഓറഞ്ച് വില കുറച്ച് കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഞാൻ മുഖത്ത് പുരട്ടാൻ ഫേസ് പാക്ക് ഞാൻ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഡിഷ് വാഷാണ്. ഡിഷ് വാഷ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പച്ചയ്ക്ക്, അതായത് പുഴുങ്ങൊന്നൊന്നുമില്ല, നാരങ്ങ ഇതൊന്നും ഇടുന്നില്ല, വെറും ഓറഞ്ചിൻ്റെ തൊലിയും പുഴുങ്ങാതെ തന്നെ, അതായത് വേവിക്കാതെ തന്നെ ഞാൻ ഇച്ചിരി വെള്ളവും കൂട്ടി ജ്യൂസ് രൂപത്തിൽ ഇത് അടിച്ചെടുത്തിട്ട് പച്ചയ്ക്ക് തന്നെ ഞാൻ ഡിഷ് വാഷ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് 3-4 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വേവിച്ച് പുഴുങ്ങിയൊക്കെ എടുക്കാം. ഞാനൊരു ചെറിയ കുപ്പിക്ക് വേണ്ടി ഒരു നാരങ്ങയുടെ തൊലിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു ഓറഞ്ചിൻ്റെ തൊലിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഇപ്പുറത്തൊരു ബംഗാളി അമ്മൂമ്മയുണ്ട്, ആ അമ്മൂമ്മ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടേ പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓ ഇങ്ങനെ പച്ചയ്ക്ക് ഇത് ഉണ്ടാക്കാം, അതായത് നമുക്ക് പുഴുങ്ങാതെയൊക്കെ എന്നെ ഉണ്ടാക്കാമെന്നാണ്. മോനിവിടെ വന്ന് നോക്കുന്ന കേട്ടോ, വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് മുറിക്കട്ടെ. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ട് മുറിച്ചോണ്ട് വന്നു കേട്ടോ. ചെറുതായിട്ട് മുറിച്ച് ഞാൻ
ഇതൊന്ന് ചരിഞ്ഞു പോയി കേട്ടോ, ഇതൊന്ന് ചരിഞ്ഞു പോയേ. അപ്പം ഞാൻ ആ അമ്മൂമ്മയോട് ചോദിച്ചു കേട്ടോ, അമ്മൂമ്മ എന്താണ് ഇത് പച്ചക്ക അരക്കുന്ന, ഇത് പുഴുങ്ങാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ഇത് 2-3 ദിവസത്തേക്ക് വേണ്ടി മോളെ ഇതിങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുഴുങ്ങിയൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ആ അമ്മൂമ്മ ഉണ്ടാക്കിയത് കണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയൊക്കെ ചെയ്തു. അപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല ഓറഞ്ചിൻ്റെ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓറഞ്ച് ഇങ്ങനെ സാധാരണ നമ്മുടെ ഈ ടൈമിൽ വില കുറച്ച് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കി ഗ്യാസൊക്കെ തുടക്കാറുണ്ട്. നല്ല മണവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയൊന്നും ഉണ്ടാക്കുക, ഇതൊന്നും ഞാൻ മിക്സിയിലിട്ടിട്ട് ജ്യൂസ് രൂപത്തിൽ അടിച്ചുകൊണ്ട് വരാം. ഇതൊന്ന് മിക്സിയിലിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് രൂപത്തിൽ നമുക്ക് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ജ്യൂസ് രൂപത്തിൽ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഈ നെറ്റിലിട്ടിട്ട് ഞാനൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഓറഞ്ചിൻ്റെ എടുത്ത്, അപ്പോൾ നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് തികയും കേട്ടോ. അങ്ങനെയാണേ. അപ്പം ഞാൻ പുഴുങ്ങിയില്ല, വേവിച്ചുമില്ല, ഒന്നുമില്ല. ഞാനിത് പച്ചക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ വിനാഗിരിയും ഈ ഡിഷ് വാഷിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. പതഞ്ഞ് പൊങ്ങി വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കുപ്പിയിലിട്ടിട്ട് ആരും ബേക്കിംഗ് സോഡ ഇടരുത്. കുപ്പിയിൽ നിന്ന് അത് പതഞ്ഞ് മുകളിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ വെച്ച് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കുപ്പിയിൽ ഒഴിച്ച് വെക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കൂടുതൽ ഇച്ചിരി ലിക്വിഡായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി ലിക്വിഡായിട്ട് തന്നെ എടുക്കുന്നത്. എനിക്ക് കട്ടിയായിട്ട് വേണ്ട കേട്ടോ, ഇച്ചിരി വെള്ളം പോലെ മതി. അപ്പം ഞാൻ ഒന്നും കൂടെ ഈ അരിപ്പയിലായിരിക്കുന്ന കേട്ടോ, എനിക്ക് ഒന്ന് വെള്ളം പോലെ മതി, അത്ര അധികം കട്ടിയായിട്ടൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഞാനിതൊരു ചെറിയ ബോട്ടിലേക്ക് ആക്കി വെച്ചാൽ എനിക്കൊരു 2-3 ദിവസം തികയും. പിന്നെയും ഞാൻ അരച്ച് വെക്കും സമയം കിട്ടുമ്പോഴൊക്കെ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ പിന്നെയും അരിച്ചെടുത്തു ഈ നെറ്റിലിട്ട്. ആ വലിയ അരിപ്പയിലിട്ട് ആദ്യം അരിച്ചപ്പോൾ ഒരുപാട് കൊത്ത് വന്നു കേട്ടോ. ചിലവർ കൊഴുപ്പ് രൂപത്തിൽ ഈ എടുക്കും, കാരണം ഈ പുഴുങ്ങിയവരൊക്കെ പുഴുങ്ങിയെടുക്കുന്നുള്ളവർ കൊഴുപ്പ് രൂപത്തിലെടുക്കും. ഞാൻ അങ്ങനെ എടുക്കുന്നില്ല, ഇത്രയും വെള്ളം പോലെ തന്നെ ലിക്വിഡായിട്ട് എടുക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ അരിച്ചപ്പോൾ ഇത്രയും കൊത്ത് കിട്ടി. അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുന്നു. അപ്പോൾ കണ്ടോ, എനിക്കിങ്ങനെ കൊത്തൊന്നും ഇല്ലാതെ നല്ല വെള്ളത്തിൻ്റെ രൂപയിൽ വെള്ളമായിട്ട്, വെള്ളം വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർക്കാം കേട്ടോ, അത്തവർക്ക് ചേർക്കണമെന്നില്ല. എനിക്കിത്തിരി വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ ഗ്യാസൊക്കെ തുടയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി വിനാഗിരി ഒഴിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നു. ഒരു 2-3 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നു. ഒരുപാടൊന്നും ഇല്ലല്ലോ, ഞാൻ ഒരു ഓറഞ്ചിൻ്റെ തൊലിയ എടുത്തു കേട്ടോ. അപ്പോൾ നല്ല വണ്ണം ഒന്ന് ഇളക്കി, നല്ല വാസന വരണുണ്ട് കേട്ടോ. ഇത് ഗ്യാസിലൊക്കെ തുടച്ചാൽ നമ്മുടെ അടുക്കള തന്നെ നല്ല വാസന. ഇതുണ്ടോ, കൊഴുപ്പൊന്നുമില്ല. നമ്മുടെ വിം ലിക്വിഡ് മേടിക്കൂലേ, അതുപോലെ എണ്ണ ഇരിക്കുന്നതാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് നാരങ്ങയും ഇതൊക്കെ വേണമെങ്കിൽ പുഴുങ്ങി വേവിച്ച് അങ്ങനെ അരക്കാം. ഞാൻ അങ്ങനെയൊന്നുമല്ല, എനിക്ക് സ്റ്റോർ ചെയ്യണ്ട. കാരണം ഈ 2 മാസം എപ്പോഴും ഓറഞ്ച് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് കേട്ടോ, ഇരിക്കും. ഇപ്പോഴും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, ഇഷ്ടം പോലെ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡെയിലി ഈ 2 മാസം ഓറഞ്ച് കിട്ടുന്നത് ഞങ്ങൾ ഡെയിലി കഴിച്ച് തീർക്കും. അപ്പം അതിൻ്റെ തൊലികൾ മുഖത്ത് പുരട്ടാനൊക്കെ ഞാൻ അന്ന് ഫേസ് പാക്ക് കാണിച്ചു തന്നില്ലേ, ശരീരത്തും പുരട്ടും കേട്ടോ, അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഡിഷ് വാഷ് ആ അമ്മൂമ്മ ഉണ്ടാക്കിയത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഓറഞ്ച് തൊലി കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമോ, പുഴുങ്ങിയൊന്നും വേണ്ട, നമുക്ക് തണുക്കാനൊന്നും വെക്കണ്ട, ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യണ്ട, പച്ചക്ക് തന്നെ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. അവരങ്ങനെ ഉപയോഗിക്കുന്നപ്പോൾ നല്ല വാസന വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഇതൊന്ന് പൊന്തി കയറുക. അപ്പോൾ ഒരു വലിയ പാത്രം വേണം ഇടാനേ. ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടു, ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കുപ്പിയിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ സോഡ ഇടരുത് കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുപ്പിയിൽ നിന്ന് ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊന്തി മുകളിലേക്ക് തെറിക്കും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. എനിക്ക് കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ കുറച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ഒരു 2 മിനിറ്റ് വെക്കണം. ഇല്ലെങ്കിൽ കുപ്പിയിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഇതല്ലെങ്കിൽ പതഞ്ഞ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് കേട്ടോ. മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി തെറിക്കും. നമ്മുടെ ഇവിടെ ബിമ്മില്ലേ, അതായത്
ഷെയ്ഡീൻ്റെ മുകളിലൊക്കെ തെറിച്ചെന്ന് വരാം കേട്ടോ. അപ്പം അത് നോക്കിയൊരു വലിയ പാത്രത്തിൽ വേണം എടുക്കാൻ. ഇത് കണ്ടോ, ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. വെള്ള ഉപ്പ് വേണമെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ വെള്ള ഉപ്പില്ല, എൻ്റെ റോക്ക് സോൾട്ടാണ്. അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തു. ഇതെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പാത്രങ്ങളൊക്കെ ഒന്ന് വെളുത്ത് കിട്ടാനാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നത് എനിക്ക് 2-3 ദിവസം, കൂടി വന്നാൽ 2 ദിവസം. പിന്നെയും ഞാൻ ഒരു 2 തൊലി ഇതുപോലെ എടുക്കും, ഓറഞ്ചിൻ്റെ തൊലി എടുക്കും, എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കും. എന്നിട്ട് ഇത് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കും. നല്ലവണ്ണം ഇളക്കി 2 മിനിറ്റ് ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ കൊണ്ടിട്ട് കുപ്പിയിൽ അരപ്പോവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഞാനങ്ങനെ ഒരു ടിപ്സ് കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ പുഴുങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സമയമൊന്നും കളയണ്ട, ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. നല്ല നോക്കട്ടെ, ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പതഞ്ഞ് വരുന്നത് കേട്ടോ. ഇതൊരു പ്രഷറുള്ളതാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ബോട്ടിലിട്ടാൽ, ഞാൻ പിന്നെയും പറയുന്നു, ബോട്ടിലിൽ നിന്ന് അത് പൊന്തി വരാൻ സാധ്യതയുണ്ട്, പുറത്തേക്ക് തെറിക്കാൻ. അപ്പോൾ അങ്ങനെയൊന്ന്, അപ്പോൾ വീട് മൊത്തം ആയി കളയും, പണി വരും കേട്ടോ, പണി വാളും. അപ്പോൾ അതങ്ങനെ ചെയ്യരുത്. ഒരു വലിയ പാത്രത്തിലിട്ട്, വലിയ പാത്രം തന്നെ എടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി കൂടുതലാണ് എടുക്കുന്നത്. എനിക്ക് ഓറഞ്ചിൻ്റെ തൊലി, നാരങ്ങ നല്ലതാണ് കേട്ടോ, നല്ല സോളിഡ് സാധനമാണ്. പക്ഷേ എനിക്ക് ഈ ഓറഞ്ച് ഈ 2 മാസം കിട്ടുമ്പോൾ ഞാൻ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ, പെട്ടെന്നൊക്കെ. വേണ്ട, ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് അവിടെ വെക്കണം. അപ്പോൾ ഈ പതയൊക്കെ പോയി അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോവും. എന്നിട്ട് കുപ്പിയിൽ ഒഴിക്കണം, നല്ലത് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. എൻ്റെ വീം ലിക്വിഡ് വെച്ചിരുന്ന കുപ്പിയെ ഞാൻ കഴുകി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് ഒഴിക്കും. അപ്പോൾ ഇതിൻ്റെ ആ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ ഒഴിക്കും, അല്ലെങ്കിൽ കുപ്പിയിൽ നിന്ന് ഇങ്ങനെ മേലിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുപ്പി ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് മുകളിലേക്ക് വീഴില്ല കേട്ടോ. നമ്മൾ അടപ്പിൽ അടച്ച് വെക്കുമ്പോഴേ അതിൻ്റെ ആ പ്രഷർ കൊണ്ട് ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെപ്പോഴും നോക്കിയൊക്കെ വേണം ഒഴിക്കാൻ കേട്ടോ. അത് കണ്ടോ, ഞാൻ ഒഴിച്ചു. ബാക്കി ഇച്ചിരി ഞാൻ വെച്ചേക്കുന്ന കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ശരിക്കും ഇത് നിങ്ങൾ നോക്കിയേ, വിം ലിക്വിഡ് പോലെയല്ലേ. അപ്പം ഞാനിത് അടച്ചു. ഒന്നിങ്ങനെ കുലുക്കണം കേട്ടോ. കുലുക്കിയില്ലെങ്കിൽ നമ്മൾ ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ വീഴാൻ സാധ്യതയുണ്ട്. അതിനാണ് കുറച്ച് നേരം പാത്രത്തിൽ കലക്കിയിട്ട് ഞാൻ അവിടെ വെക്കുന്നത്, അതിൻ്റെ പ്രഷർ പോകാൻ കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഏകദേശം വിം ലിക്വിഡ് മേടിക്കുന്ന പോലെയല്ല, ഇത് വിം ലിക്വിഡിന് തന്നെ എൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി എടുത്തതാണ്. 2 ഉണ്ട് എനിക്ക്. ഒന്ന് ഞാൻ ഇത് ഉണ്ടാക്കി വെക്കാനും, ഒന്ന് എനിക്ക് വിം ലിക്വിഡായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴുകി കാണിച്ചു തരാം. ഞാനിപ്പോൾ പൂട്ടിൻ്റെ മാവ് കുഴച്ച ഒരു കൊടായി ഇരിപ്പുണ്ട്, ഒരു ചീനച്ചട്ടി ഇരിപ്പുണ്ട്. ഞാനത് കഴുകി കാണിച്ചു തരാം എങ്ങനെയാണ്. ഗ്യാസൊക്കെ തുടച്ച് കാണിച്ചു തരാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഈ ചീനച്ചട്ടിയിൽ ഞാൻ മാവൊക്കെ എടുത്തതാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മഞ്ഞൾ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കണ്ടോ, ഇച്ചിരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ ഇത്തിരി ഉജാലയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഈ മഞ്ഞൾ ഇട്ടിട്ട് ഈ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ കാണിച്ചിട്ട് ഇച്ചിരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഈ മഞ്ഞൾ ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഈ പാത്രം ഒന്ന് നോക്കാം. ഞാൻ ഈ ബാക്കി വന്ന ഇത് ഒഴിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, നല്ലവണ്ണം വെളുക്കും കേട്ടോ. ഇത്തിരി ഉജാലയുടെ കുറവുള്ളതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഈ മഞ്ഞളായിട്ടുള്ളതൊക്കെ ഇത് കണ്ടോ, കറുത്ത കളറിൽ ഇളകി വന്നാണ്. കാണിച്ചു തരാം. നല്ല വെണ്ണം. ഇത് കണ്ടോ, നമുക്ക് നോക്കാം. ഇത് ഞാൻ ഒഴിക്കുന്നു. നല്ല വെണ്ണം ഇത് കണ്ടോ, തിളങ്ങി കിട്ടും. നമുക്ക് നോക്കി കഴുകിയെടുക്കാം കേട്ടോ.
ഇത് കണ്ടോ, ആ മഞ്ഞളിൻ്റെ ഇതൊക്കെ പോയി. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വരും. ഇത് കണ്ടോ, ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് വരും, നല്ല വെളുത്ത്. അപ്പം ഞാൻ ആ എടുത്ത സ്റ്റീൽ പാത്രമുണ്ട് കേട്ടോ, അപ്പോൾ ആ സ്റ്റീൽ പാത്രം ഒന്ന് കഴുകി തരാം. അതിൽ ഇച്ചിരി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ നല്ലവണ്ണം അതൊന്ന് നോക്കട്ടെ. ആ സ്റ്റീൽ പാത്രം വെളുക്കുന്ന കണ്ടോളൂ. ഇത് കണ്ടോ, ഇത് കണ്ടോ, നല്ല വെണ്ണം വെളുത്തു, കണ്ടില്ല. അപ്പം ഈ ചീനച്ചട്ടി നമ്മൾ മഞ്ഞളിട്ടാണ് ഞാൻ, ആ ചീനച്ചട്ടി മഞ്ഞളിട്ടിട്ട് ആ മഞ്ഞളുടെ കളറോ ഒന്നും തന്നെ ഇല്ല. അപ്പം നല്ല വെണ്ണം വെളുത്തു. ഇനി നമുക്കത് ഗ്യാസ് തുടച്ച് നോക്കാം എങ്ങനെയാന്ന്. അപ്പം ഗ്യാസ് തുടക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇത്തിരി വീണുണ്ട്. ഗ്യാസ് തുടക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെ വെളുക്കും ഗ്യാസ് എന്നുള്ളത് നോക്കാം കേട്ടോ. ഗ്യാസിൽ ഇത് ഒഴിച്ചു കേട്ടോ, ഗ്യാസിൽ ഒഴിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം എടുത്ത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമ്മൾ ഗ്യാസും എടുത്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ബർണറൊക്കെ കഴുകാം കേട്ടോ. ഇതിൽ ഞാൻ കാണിച്ചു തരാം. കുറച്ച് മാത്രം ഇട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. എടുക്കട്ടെ, ഏതായാലും ഞാൻ ഗ്യാസ് കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നല്ലേ. അപ്പോൾ അതങ്ങോട്ട് എടുത്തേക്കാം. നല്ല വാസനയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കറുപ്പൊക്കെ പോകുന്ന കണ്ടോ, ഇവിടെ ഒരു കറുപ്പുണ്ട്. നമ്മൾ ഈ ഭക്ഷണം വെക്കുമ്പോൾ ഇവിടെ ഒരു ചുവന്ന കളറിലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ പോവും, നല്ല വെളുത്ത് ഒക്കെ വരും. ഇത് കണ്ടോ, ഗ്യാസ് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരു കറുപ്പുമില്ല. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ കണ്ടോ, അടുത്തും കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ഗ്യാസിനൊക്കെ നല്ല മണവും ഒക്കെ കിട്ടും. വേണ്ട ഗ്യാസൊക്കെ തുടക്കാനും പാത്രങ്ങൾ കഴുകാനും നമുക്ക് 2 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി, ഓറഞ്ച് ലഭ്യമായിട്ട് കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ 1-2 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിന് അധികം പണിയൊന്നുമില്ല. ഇത് കണ്ടോ, ഈ സൈഡിലൊക്കെ ഒരു ചുമപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പോന്ന് നോക്കൂ. ഇത് കണ്ടോ, നല്ല വളാന്ന് തിളങ്ങി കിട്ടും കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണേ. അപ്പോൾ അല്ല പുഴുങ്ങി വേവിച്ചിട്ട് ചെയ്യാമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ എളുപ്പവിദ്യക്ക് വേണ്ടി അത് ചെയ്യുന്നില്ല, കാരണം കുറേ നേരം എടുക്കും, അത് തണുത്തൊക്കെ വരാം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ, ഉണ്ടാക്കി ഗ്യാസൊക്കെ തുടച്ച് വെക്കുന്ന അതാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാസിൽ അധികം അഴുക്കൊന്നുമില്ല, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. നല്ല വാസനയായിരിക്കും കേട്ടോ, നല്ല വാസനയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഇത് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഒരു ചുവന്ന കളറൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോ, നല്ല പാളായിരിക്കും ഗ്യാസൊക്കെ കണ്ടോ. എൻ്റെ 3 ബർണർ, അതുപോലെ തന്നെ നമുക്ക് ബർണറും ഒക്കെ കഴുകാം കേട്ടോ. ഇത് കണ്ടോ, കാണിച്ചു തരാമേ. ഞാൻ വെള്ളം വെച്ച് ഇനി തുടയ്ക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാനൊന്ന് ഇത് വെള്ളം വെച്ച് തുടച്ചില്ല എന്നേ ഉള്ളൂ, ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനിത് തുണി കൊണ്ട് എടുത്തന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല പളാന്ന്. ഈ സൈഡിലൊന്നും കണ്ടോ കറുപ്പേ ഇല്ല. കണ്ടോ, ഈ സൈഡൊക്കെ ഈ വട്ടത്തിലുള്ള നമ്മുടെ ഇതിലൊന്നും ആ കറുപ്പേ വരില്ല. അതിങ്ങനെ ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഈ സൈഡ് ഭാഗം കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. നല്ല പട ഇത് ഇനി ഞാനിതൊന്ന് വെള്ളം വെച്ചൊക്കെ ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. കണ്ടോ, ഒന്നുമില്ല, നല്ല പള ഇരിക്കുന്ന കണ്ടോ. ഇതേ
ഇപ്പം ഞാൻ വെള്ളം വെച്ചത് തുടച്ചില്ലേ, ഇതല്ലാതെ ഞാൻ ഉണങ്ങിയ തുണിയിലാണ് തുടച്ചെടുത്തത്. ഇത് കണ്ടല്ലോ, നല്ലവണ്ണം വെളുത്ത് നല്ലതായിട്ട് കിട്ടും. നമുക്കപ്പോൾ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കൈക്കും ഇത് തേക്കുമ്പോൾ എന്താണെന്നറിയാമോ, കൈക്ക് നമുക്ക് വേറെ സൈഡ് എഫക്റ്റ്, ചിലവർക്ക് സോപ്പ് പൊടിയിലൊക്കെ എഫക്റ്റൊക്കെ തട്ടുമല്ലോ, സൈഡ് എഫക്റ്റൊക്കെ, അലർജിയൊക്കെ, അതൊന്നും ഇവിടെ വരില്ല കേട്ടോ. ഇത് ഓറഞ്ചിൻ്റെ തൊലിയും ചിലവർ നാരങ്ങയുടെ തൊലിയിടും. ഞാനിപ്പോൾ ഈ ഓറഞ്ച് ഈ 2 മാസം നല്ലവണ്ണം കിട്ടും കേട്ടോ, വില കുറച്ച് കിട്ടുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അവിടെ ഓറഞ്ച് ഞാൻ കാണിച്ചു തരാം, ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തീരുമ്പോൾ ഇന്ന് വൈകുന്നേരം പിന്നെയും മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഡെയിലി ഞങ്ങൾ ഓരോ 1-2 ഓറഞ്ച് കഴിക്കുക. ഇത് കണ്ടോ, ഇതുപോലെ പളപളാതെ. ഇത് തന്നെ ഞാൻ ഈ ബർണറും ഇതൊക്കെ വെച്ചിട്ട് കഴുകുകയും ചെയ്യും കേട്ടോ. കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഏതായാലും ഇവിടെയൊക്കെ തുടക്കാനുണ്ട്. അപ്പം ഏതായാലും ഞാൻ ഇതൊക്കെ ഇവിടെ ഇപ്പോൾ പാദവും പുറമൊക്കെ ഇത് വെച്ച് തന്നെ തുടക്കും കേട്ടോ. ഈ ടൈൽ ഈ ഗ്രാനൈറ്റൊക്കെ ഇതൊക്കെ വെച്ച് തന്നെ തുടക്കും. അപ്പോൾ ഇത് കണ്ടോളൂ നല്ലവണ്ണം. ഞാൻ എന്നിട്ട് ഞാൻ വെള്ളത്തിൽ പോലും കഴുകിയിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതൊക്കെ ഇത് വെച്ച് തന്നെ ഞാൻ കഴുകുള്ളൂ കേട്ടോ. ഇതൊക്കെ വെച്ച് തന്നെ കഴുകുള്ളൂ, സോപ്പ് പൊടി ഇടൂല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള മൊത്തം നമുക്ക് നല്ല ഓറഞ്ചിൻ്റെ മണവും, നാരങ്ങ കൊണ്ട് തേക്കുന്നുള്ളവരാണെങ്കിൽ നാരങ്ങയുടെ മണവും ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാനിതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിക്കുക, പരീക്ഷിച്ചിട്ട് നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം. വന്നിട്ട് ഇതൊക്കെ ഒന്ന് കഴുകട്ടെ. ഈ ഗ്യാസിൻ്റെ പാത്രങ്ങളൊക്കെ ഇത് വെച്ച് തന്നെ ഞാനൊന്ന് കഴുകി ഈ ഗ്രാനൈറ്റൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് വെച്ച് തന്നെ ഞാൻ കഴുകും കേട്ടോ. ഒന്ന് വെള്ളം വച്ചും കൂടെ തുടക്കും. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മളിത് ഇച്ചിരി വെള്ളം പോലെ ഞാൻ എടുത്തിരിക്കുന്നത്. 2 ദിവസത്തേക്ക് തികയും കേട്ടോ. പാത്രങ്ങളൊക്കെ നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് നോക്കുക. അപ്പോൾ ഇത് കുപ്പിയിൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യണമെന്നറിയാമോ, വലിയ പാത്രത്തിലിട്ട് ഒന്ന് ഇളക്കി 2 മിനിറ്റ് വെക്കണം. ഇല്ലെങ്കിൽ എൻ്റെ പ്രഷർ കൊണ്ട് ഈ ഭാഗത്തൂടെ മുകളിലേക്ക് പൊങ്ങി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുകളിലൊക്കെ വീഴും കേട്ടോ. ഉള്ള സ്ഥലങ്ങളിലൊക്കെ വീണ് കഴിഞ്ഞാൽ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് സൂക്ഷിച്ചൊക്കെ ചെയ്യണം. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.